അതനുസരിച്ച് എബിന്റെ ഭൂരിപക്ഷം വർദ്ധിക്കും. ഞാൻ പറഞ്ഞത് ആവർത്തിക്കുന്നു, എബിൻ ഒന്നാമതും ഇവിടുത്തെ ആരോഗ്യമന്ത്രി മൂന്നാമതുമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഫലം വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അക്കാര്യത്തിൽ ഒരു മാറ്റവുമില്ല. രാവിലെ മുതൽ അത് ഗ്രാമനഗര വ്യത്യാസമില്ലാതെ രാവിലെ മുതൽ വളരെ ഉയർന്ന പോളിംഗാണ്. രാവിലെ ഈ പോളിംഗ് തുടങ്ങിയ 7 മണിക്ക് തന്നെ പ്രായമുള്ളവരും ഒക്കെ ഉച്ച കഴിഞ്ഞാൽ എങ്ങാൻ മഴ പെയ്താലോ എന്ന് ആലോചിച്ച് അവർ സ്വയം കരുതി കൂട്ടി വന്നിരിക്കുകയാണ്. അത് വ്യക്തമാക്കുന്നത് ഈ സർക്കാരിനെതിരായിട്ടുള്ള ഒരു ആഞ്ഞടിക്കാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് അവർ വന്നിരിക്കുന്നത്. അപ്പോൾ വളരെ ഉയർന്ന ഇപ്പം തന്നെ ഏകദേശം 40% മുകളിലായി കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ മികച്ച പ്രതീക്ഷയിലാണ്. കാരണം UDF പ്രവർത്തകർ ഇത്രയധികം അത്യാവേശം കാണിക്കുന്നത് സ്വാഭാവികമായിട്ടും അത് സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യം മാറാനും ആറന്മുളയിലെ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ വളരെയധികം ശുഭപ്രതീക്ഷയിലാണ്. മാത്രമല്ല, ഈ 10 വർഷക്കാലത്തെ ദുർഭരണം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുക. തങ്ങളുടെ ഒരു വോട്ടിന്റെ അഭാവം കൊണ്ട് ഈ പിണറായി സർക്കാരിനെ പുറത്തേക്ക് വിടുന്ന ഭാഗം ഒഴിവാകരുത് എന്നുള്ളത് കൊണ്ട് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും, പ്രായമായവർ, പ്രായം കുറഞ്ഞവർ, പുറത്ത് ജോലി ചെയ്യുന്നവർ, പുറത്ത് പഠിക്കാൻ പോയ കുട്ടികൾ എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ ഈ ബൂത്തിൽ തന്നെ ഇപ്പോൾ 55% കഴിഞ്ഞു. ശരാശരിയാണ് എബിൻ പറഞ്ഞ 45%. അപ്പോൾ ഉയർന്ന പോളിംഗ് ശതമാനമാണ്. അതനുസരിച്ച് എബിന്റെ ഭൂരിപക്ഷം വർദ്ധിക്കും. ഞാൻ പറഞ്ഞത് ആവർത്തിക്കുന്നു, എബിൻ ഒന്നാമതും ഇവിടുത്തെ ആരോഗ്യമന്ത്രി മൂന്നാമതുമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഫലം വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അക്കാര്യത്തിൽ ഒരു മാറ്റവുമില്ല. ഇല്ല, ഞാൻ ഭൂരിപക്ഷം പ്രവചിക്കുന്നില്ല എന്ന് ആദ്യമേ പറഞ്ഞതാണ്. എനിക്ക് വേണ്ടി ഭൂരിപക്ഷം പ്രവചിക്കുന്നത് MP ആണ്. കാരണം MP ആണ് എൻ്റെ ക്യാമ്പയിൻ നയിക്കുന്നതും എൻ്റെ UDFന് നേതൃത്വം കൊടുക്കുന്നതും MP ആണ്. അപ്പം MPക്ക് വളരെ ഉറച്ച ബോധ്യമുണ്ട് 4 ടേമായി ഇവിടെ എന്താണ് ആറന്മുളയുടെ ഗ്രൗണ്ട് പൾസ് എന്നതിനെ സംബന്ധിച്ച്. അദ്ദേഹം പറഞ്ഞത് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ഞാനായി ഒരു ഭൂരിപക്ഷം പ്രവചിക്കുന്നില്ല, പക്ഷേ അങ്ങനെ ഒരു ഭൂരിപക്ഷം പ്രവചിച്ച് ഹാട്രിക്കിന്റെ ആഘോഷത്തിന് വിളിക്കാൻ പാകത്തിനുള്ള അഹങ്കാരിയൊന്നും അല്ല ഞാൻ. അതുകൊണ്ട് ഞാൻ മികച്ച വിജയപ്രതീക്ഷയിലാണ്. അങ്ങനെ ആറന്മുളയിലെ വോട്ടർമാരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് അവരുടെ ജനഹിതം വരുന്നതിന് മുമ്പ് ഇതായിരിക്കും ജനഹിതം എന്ന് പറയാൻ പാകത്തിലുള്ള അഹങ്കാരിയും ധാർഷ്ട്യമൊന്നും എനിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ മികച്ച വിജയപ്രതീക്ഷയിലാണ്. ജനങ്ങൾ വോട്ട് തരുമെന്ന പ്രതീക്ഷയിലാണ്. ഒരു മാറ്റത്തിന് വേണ്ടി അവർ വോട്ട് കുത്തുമെന്ന പ്രതീക്ഷയിലാണ്. അതുവഴി UDFന് മികച്ച ഒരു വിജയം, വളരെ മികച്ച ഒരു വിജയം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ്. അത് ആറന്മുളയ്ക്ക് മാത്രമല്ല, സംസ്ഥാനത്ത് തന്നെ ഈ ദുർഭരണം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വോട്ടാണ് വരാൻ പോകുന്നത്. ആ വോട്ട് അടിച്ചു വീഴുമ്പോൾ അതൊരു കാടിളക്കി അടിച്ചു വീഴും പോലെ ആയിരിക്കും. അതിൽ ആറന്മുളയൊന്നും പിടിച്ചു നിൽക്കില്ല എന്നുള്ളത് വളരെ കൃത്യമാണ്.